പ്രസംഗവുമായി അധ്യയനയാത്രയും. എല്ലാവർക്കും നമസ്കാരം. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണ്. ജൂലൈ 5 അദ്ദേഹത്തിന്റെ ഓർമ്മദിനം. ഉറവമറ്റാത്ത നർമ്മബോധവും ആരെയും അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള സംഭാഷണ രചനാരീതിയും ബഷീർ കൃതികളുടെ മാത്രം പ്രത്യേകതയാണ്. 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ കല്ലോലപ്പറമ്പിലാണ് അദ്ദേഹം ജനിച്ചത്. ചിരിയും ചിന്തയും ഒരുമിച്ച് അദ്ദേഹത്തിന്റെ തൂലികയിൽ പിറന്നപ്പോൾ ഭാഷയിലും ശൈലിയിലും പുതിയൊരു എഴുത്തു ലോകത്തെത്തുകയായിരുന്നു. ബഷീറിന്റെ ശൈലി എന്ന് തന്നെ അറിയപ്പെട്ടു. പ്രേമലേഖനവും പാട്ടുകളുടെ ആളും ഭൂമിയുടെ അവകാശികളുമല്ല വായനക്കാരന് സമ്മാനിച്ചത് പുതിയൊരു വായനാനുഭവം തന്നെയായിരുന്നു. ബഷീറിന്റെ എന്റെ ഉപ്പുപ്പാക്കൊരാണി ഉണ്ടായിരുന്നു എന്ന കൃതിയിലെ ചെറിയൊരു ഭാഗത്തിന്റെ ദൃശ്യാവിഷ്കാരവുമായി ഉമ്മ ശിവേദ സിക്സ്പതി, പുള്ളിപ്പാത്തുമ ശ്രീമന്ത സരംപതി, ബാപ്പ ധ്യാൻ സിക്സ്പതി, അധ്യാപിക ആരിഷി സരംപതി. ഇസ്ലാമിയങ്ങളാണെങ്കിലും അയൽപ്പക്കങ്ങളിലെ പിള്ളേരുമായി കൂട്ടുകൂടരുത്. നീയേ ആനമക്കാരിന്റെ പുന്നാര മോളുടെ പുന്നാര മോളാ. നിന്റെ ഉപ്പൂപ്പാക്കേ ഒരാന ഉണ്ടാർന്ന്, വലിയൊരു കൊമ്പനാന. എന്റെ പുന്നാരാനേ, ഇതാണ് ഭാഗ്യമാർഗ്. പിന്നെ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് വേണം ഹജ്ജിന് പോകാനി. കല്യാണത്തിന് ഇവിടെ ബാപ്പാടെ പട്ട അയിമക്കാക്കാടെ കൂട്ടക്കാര് കൂടിയില്ലെങ്കിലും കുഞ്ഞിപ്പാത്തൂടെ കല്യാണം നടക്കും. ഓള് ആനമക്കാരിന്റെ പുന്നാര മോളുടെ പുന്നാര മോളാ. പിന്നെ അന്റെ ബാപ്പ എന്നെ കെട്ടാൻ വന്നത് അയിന്റെ പുറത്ത് കേറിയിട്ടാ. ബാപ്പ വരുന്നുണ്ട്. പത്തിരി ഒന്ന് ചുട്ടൂടെ? ബാപ്പ കാത്തിരിക്കുന്നു. എന്തെങ്കിലും ഒരു പണി ചെയ്. പെണ്ണായി പറഞ്ഞ തീ പിടിപ്പിക്കാനെങ്കിലും അറിയണം. ഞാനേ ആനമക്കാരിന്റെ പുന്നാര മോളാ. നിന്റെ ഉപ്പൂപ്പാക്കേ ഒരാന ഉണ്ടാർന്ന്, വലിയൊരു കൊമ്പനാന. ആ നാവൊന്ന് അടക്ക. ഇല്ലീല് മൂക്കില് വലിച്ചു കയറ്റുവോ? ഞാനേ ആനമക്കാരിന്റെ പുന്നാര മോളാ. എനിക്ക് ലൈനസ് ഉണ്ട്. എന്റെ പൊന്നുമ്മ ഒന്ന് ചുമ്മാ ഇരി. സുന്ദരി, നിന്റെ പേരെന്താ? എന്റെ പേര് തുന്നരി എന്നല്ല, ബുദ്ധുസേ. സുന്ദരി എന്ന് പറയണം. ആട്ടെ, പേരെന്താ? കുഞ്ഞിപ്പാത്തു. എന്നെ എന്തിനാ ബുദ്ധൂസേന്ന് വിളിച്ചണേ? ബുദ്ധുസേ അങ്ങനെയല്ല, എന്നെ എന്തിനാ ബുദ്ധൂസേ എന്ന് വിളിക്കുന്നേ എന്ന് ചോദിക്കണം. എന്ന് ചോദിച്ചാൽ പെണ്ണിന്റെ പര്യായമാണ് ബുദ്ധൂസ്. എന്റെ ഇക്കാക്ക പറഞ്ഞതാ. നിന്നെ ഏത് ജാതിയാ? മുസ്ലിം. ഞങ്ങളുടെ മാതിരിയാ? അല്ല, ഞങ്ങൾ ശരിയായ മുസ്ലിങ്ങളാണ്. അല്ല ബുദ്ധൂസേ, നിനക്ക് ആന ഉണ്ടായിരുന്നോ? ഇല്ല. എന്റെ ഉപ്പൂപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന. എന്റെ ഉപ്പൂപ്പായ്ക്ക് ഒരു കാളവണ്ടി ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം കൂലിക്ക് സാധനങ്ങൾ കൊണ്ടുപോകും. അങ്ങനെയാ ഞങ്ങളെ പഠിപ്പിച്ചത്. ഇതാ ഈ കടലാസിൽ എന്താ എഴുതിയതെന്ന് നോക്കിക്കേ. ഇതൊന്ന് വായിച്ചേ. അനക്കറിഞ്ഞൂടാ, എഴുത്തും വായനയും പഠിച്ചില്ല. ഞാൻ പോണു, പിന്നെ വരാം. ബാപ്പാ ബാപ്പാ, എന്നാ അന്നെ എഴുത്ത് പഠിപ്പിക്കാഞ്ഞേ? ഓ, എഴുത്ത് പഠിപ്പിച്ചിട്ട് അന്നെ കാഫിറാക്കാത്ത എന്താ നീ ചോദിക്കണത്? ഒരു മുസ്ലിം പെണ്ണ് അങ്ങോട്ടൊന്നും ചോദിക്കരുത്, പറയുന്നത് അനുസരിക്കുക മാത്രം. ഇന്നു മുതൽ ഞാൻ നിന്റെ ഗുരുനാഥയാണ്. ഞാൻ നിന്നെ പഠിപ്പിക്കാൻ പോകുന്നു. ശ്രദ്ധിക്കുക. വാ കൊണ്ട് തുടങ്ങുന്ന വാക്കു പറയൂ. ബൈ. ബുദ്ധൂസേ, വഴി എന്ന് പറയണം. മറ്റൊന്ന് പറയൂ. ബയുതനങ്ങ. എന്റെ ഇക്കാക്ക നിസാർ അഹമ്മദ് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെ പഠിപ്പിക്കുന്നത്. ആണോ? അന്ധവിശ്വാസം തഴച്ചു വളരുന്ന വളക്കൂറുള്ള മണ്ണാണ് നിരക്ഷരത. അത് സമൂഹത്തെ ഇരുട്ടിലാഴ്ത്തുന്നു. കുഞ്ഞിപ്പാത്തുമ്മ വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചത്തിലൂടെ നടന്നു നീങ്ങട്ടെ. ബഷീർ ദിനം ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ചോദ്യം ഒരിക്കൽ കൂടി. ബഷീർ ദിനം ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഉത്തരം ശരിയാണ്, ജൂലൈ 5. ബഷീർ പ്രധാനമായും ഏത് ഭാഷയിലാണ് രചനകൾ നടത്തിയത്?
ചോദ്യം ഒരിക്കൽ കൂടി. ബഷീർ പ്രധാനമായും ഏത് ഭാഷയിലാണ് രചനകൾ നടത്തിയത്? ഉത്തരം ശരിയാണ്, മലയാളം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യ കൃതിയുടെ പേരെന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യ കൃതിയുടെ പേരെന്താണ്? ഉത്തരം പ്രേമലേഖനം. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? ചോദ്യം ഒരിക്കൽ കൂടി. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? ഉത്തരം കോഴിക്കോട്. ബഷീർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചോദ്യം ഒരിക്കൽ കൂടി. ബഷീർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്?